എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷൻ പക്വയുമായി ബന്ധപ്പെട്ട് നമുക്ക് 21/4/2025 നടത്തുന്ന പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. നമുക്കറിയാം നമ്മളിപ്പോൾ ഇത്രയും ദിവസം പോഷൻ പക്വയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ പ്രവർത്തനം ചെയ്ത് അത് ജനാന്തോളൻ ഡാഷ്ബോർഡ് എൻട്രിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിറ്റാമിനുകളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യണം. നമുക്കറിയാം നമ്മൾ വിറ്റാമിൻസിൻ്റെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ വിറ്റാമിനുകൾക്കുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിറ്റാമിൻ എ ബി സി എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തൊക്കെയാണ്, വിറ്റാമിൻ ബി അടങ്ങിയത്, അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയത്, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്കും അവരുടെ ബെനിഫിഷ്യറീസിനും പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, അത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം എന്ത് ചെയ്യുക, 21/4/2025 വിറ്റാമിൻ എ ബി സി എന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സെഷൻസ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പോഷൻ പക്വതയുടെ പ്രതിജ്ഞ എടുക്കുകയും വേണം. അപ്പോൾ പ്രതിജ്ഞ എന്താണെന്നുള്ളത് ഞാൻ ഇട്ടുതരാം. അപ്പോൾ എന്ത് ചെയ്യുക, അംഗനവാടികളിൽ കുട്ടികളെ നിർത്തിക്കൊണ്ട് ഈ പ്രതിജ്ഞ എടുക്കണം. പോഷൻ പക്വതയുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ അംഗനവാടികൾ കുട്ടികളെ നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും സ്ക്രീൻഷോട്ടല്ല, ഫോട്ടോ എടുത്താൽ മതി. അങ്ങനെ ഫോട്ടോ എടുക്കുകയും അത് നമ്മുടെ ജനാന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുകയും വേണം. അപ്പോൾ 21/4/2025 അതായത് തിങ്കളാഴ്ചയുടെ പ്രവർത്തനമായിട്ട് നിങ്ങളിത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജനാന്തോളനിൽ കൃത്യമായിട്ട് നിങ്ങൾ എൻട്രി വരുത്തണം. കാരണം പല ആളുകളും ജനാന്തോളനിൽ എൻട്രി ചെയ്യുന്നില്ല. ചെയ്യാത്തവരുടെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എല്ലാവരും എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നമ്മുടെ ജനാന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ വിറ്റാമിനുകൾ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. വിറ്റാമിൻ എ അടങ്ങിയത്, വിറ്റാമിൻ ബി അടങ്ങിയത്, വിറ്റാമിൻ സി അടങ്ങിയത്, ഈ 3 കാറ്റഗറിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പോഷൻ പക്വതയുടെ പ്രതിജ്ഞയെ എത്തിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ പോഷൻ പക്വതയുടെ പ്രതിജ്ഞ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് കൈവിരിച്ച് പിടിക്കാൻ പറയുക. നിങ്ങൾ അതിൻ്റെ പോഷൻ പക്വതയുടെ പ്രതിജ്ഞ എത്തിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കുക, നമ്മുടെ ജനാന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുക. ഇനി വിറ്റാമിൻ എ ബി സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ വിറ്റാമിൻ എ, നല്ല രീതിയിൽ വിറ്റാമിൻ എ അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. കണ്ടില്ലേ, വിറ്റാമിൻ എ അടങ്ങിയതാണ്. ഫിഷ്, അതുപോലെ എഗ്ഗ്, മീറ്റ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. കണ്ട, ഓക്കെ. അതുപോലെ വിറ്റാമിൻ ബി അടങ്ങിയ ഇതും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും, വിറ്റാമിൻ ബി അടങ്ങിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതുപോലെ വിറ്റാമിൻ ബി ഫുഡ്സ് നിങ്ങൾ കണ്ടില്ലേ, ചീസ്, എഗ്സ്, റെഡ് മീറ്റ്, ചിക്കൻ, കണ്ടാ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി അടങ്ങിയ ഫുഡുകളെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. വിറ്റാമിൻ സി അടങ്ങിയത് കണ്ടില്ലേ നിങ്ങൾ, ഹൈ റിച്ച് വിറ്റാമിൻ സി ഫുഡ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിറ്റാമിൻ എ ബി സിയിലൊക്കെ പെടുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിറ്റാമിൻ എയിൽ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്തൊക്കെ, വിറ്റാമിൻ ബിയിൽ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്തൊക്കെ, വിറ്റാമിൻ സിയിൽ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്തൊക്കെ. നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നത് വിറ്റാമിൻ എ ബി സിയിൽ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രതിജ്ഞ എടുക്കണം. കുട്ടികളോട് കൈവിരിച്ച് പിടിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതിജ്ഞ എടുക്കണം. ഇതാണ് നമ്മുടെ പ്രതിജ്ഞ. പോഷൻ പക്വതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു വർഷത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത്, സമീകൃത ആഹാരം ഭാവിയിലേക്കുള്ള ഊർജം ആയതിനാൽ ഞാനും എൻ്റെ കുടുംബവും സമീകൃത ആഹാരം കഴിക്കാൻ പ്രയത്നിക്കും. ഇതിലൂടെ ആരോഗ്യമുള്ള പൗരൻ ആകാൻ ശ്രമിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രതിജ്ഞ എല്ലാ കുട്ടികളോടും കൈവിരിച്ച് പിടിച്ച് നിർത്തിയിട്ട്
ചെയ്യാനായിട്ട് പറയാം. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ആരോഗ്യമുള്ള പൗരൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്സും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടി ചേരുമ്പോഴാണ് അത് നമ്മളൊരു ആരോഗ്യമുള്ള പൗരനായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. സമീകൃത ആഹാരം ഭാവിയിലേക്കുള്ള ഊർജ്ജം ആയതിനാൽ ഞാനും എൻ്റെ കുടുംബവും സമീകൃത ആഹാരം കഴിക്കാൻ പ്രയത്നിക്കും. ഇതിലൂടെ ആരോഗ്യമുള്ള പൗരൻ ആകാൻ ശ്രമിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രതിജ്ഞ കൃത്യമായിട്ട് അവരെ പറഞ്ഞു കൊടുത്ത് അവരോട് ചെയ്യാനായിട്ട് പറയാം. ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയും നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുകയും വേണം. ഇനി എങ്ങനെയാണ് നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ ഈ പ്രവർത്തനം നമുക്ക് എൻ്റർ ചെയ്യാന്നുള്ളത് നോക്കാം. നിങ്ങളതിനായിട്ട് ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുക. ജൻ ആന്തോളൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ഡാഷ്ബോർഡിൽ കയറാം, ഡാറ്റ എൻട്രിയിൽ കയറാം, യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, തീം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമുക്ക് പ്രതിജ്ഞയാണ് വരുന്നത്. അപ്പോൾ പ്രതിജ്ഞയുടെ തീം നമുക്ക് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബിസിറ്റി ഇൻ ചിൽഡ്രൻ. അതായത് നമ്മളിവിടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത്. എന്നാൽ കൂടി തന്നെയാണ് നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റുക, ഒരു വിറ്റാമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ബോഡിയും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ഒബിസിറ്റി ഇൻ ചിൽഡ്രൻ എന്നുള്ളത് തീമായിട്ട് സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, അംഗനവാടി ലെവലാക്കാം, അംഗനവാടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഡേ അറ്റ് അംഗനവാടി ചിൽഡ്രൻ ഫാമിലീസ് ടു ബ്രിങ് ആൻഡ് ഷെയർ ഹെൽത്തി സ്നാക്സ്. അപ്പോൾ നമ്മുടെ വിറ്റാമിൻ എ ബി സി എന്നതിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ആ വിറ്റാമിൻ എ ബി സിനകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് വരുന്നുണ്ട്, നമ്മൾ കണ്ടുവല്ലോ. ഒപ്പം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ അറ്റ് അംഗനവാടി ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ടു ബ്രിങ് ആൻഡ് ഷെയർ ഹെൽത്തി സ്നാക്സ്. ഒരു ഹെൽത്ത്, അതായത് നമ്മുടെ ഹെൽത്ത് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതായത് എപ്പോഴും ഒരു ആരോഗ്യമുള്ള പൗരനാവാനാണ് നമ്മളോട് ശ്രമിക്കാൻ പറയുന്നത്. അപ്പം ഒരു ന്യൂട്രീഷ്യസ് ഹെൽത്ത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങളിവിടെ എന്ത് സെലക്ട് ചെയ്യുക, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ അറ്റ് അംഗനവാടി ചിൽഡ്രൻ ഫാമിലീസ് ടു ബ്രിങ് ആൻഡ് ഷെയർ ഹെൽത്തി സ്നാക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യുക. 21 നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. 21 സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ അവിടുത്തെ എണ്ണം കാണിക്കുക, എത്ര മെയിലുണ്ട് എത്ര ഫീമെയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ എണ്ണം നിങ്ങളവിടെ കാണിക്കുക. ടോട്ടൽ അവിടെ വരും. അതിന് ശേഷം നിങ്ങളവിടെ ബ്രൗസ് ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കിവിടെ എന്ത് കാണിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗനവാടിയുടെ പേരും കൂടി കാണിക്കാം. ദെൻ സബ്മിറ്റ് കൊടുക്കാം. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം നല്ല രീതിയിൽ, അതായത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ആയിട്ടുണ്ട്, സബ്മിറ്റ് ആയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് വിറ്റാമിൻ എ ബി സി എന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രാധാന്യങ്ങൾ, വിറ്റാമിൻ എയും ബിയും സിയും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതിജ്ഞ, പോഷൻ പക്വാടയുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പ്രതിജ്ഞ എടുക്കുക. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഞാൻ ഒന്നുകൂടിയും കാണിച്ചു തരാണ് നമ്മുടെ പ്രതിജ്ഞ. അതായത് സമീകൃത ആഹാരം ഭാവിയിലേക്കുള്ള ഊർജ്ജമായതിനാൽ ഞാനും എൻ്റെ കുടുംബവും സമീകൃത ആഹാരം കഴിക്കാൻ പ്രയത്നിക്കും. ഇതിലൂടെ ആരോഗ്യമുള്ള പൗരൻ ആകാൻ ശ്രമിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ അതിലേക്കുള്ള ആദ്യ ചുവടുപടി എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നീക്കണം. ഓക്കെ. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു വിറ്റാമിനുകളെ പരിചയപ്പെടുത്തുകയും പോഷൻ പക്വാടയുടെ പ്രതിജ്ഞയുമാണ് നമ്മൾ 21-ാം തീയതി പ്രോഗ്രാമായിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക. പ്രവർത്തനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.